എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പം നമുക്ക് നല്ലൊരു മീൻകറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു മീൻകറിയുടെ റെസിപ്പി കണ്ടു. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് ഞാനിങ്ങനെ ഒരു ദിവസം വീട്ടിലിങ്ങനെ വെച്ച് നോക്കി, കപ്പയ്ക്കൊക്കെ കൂട്ടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ലെസ്ലിയോട് പറഞ്ഞപ്പോൾ അവള് ചോദിച്ചു ഇങ്ങനെയൊക്കെ മീൻകറി വെക്കാൻ പറ്റുമോ? കാരണം പച്ചമുളക് ഇഞ്ചിയൊന്നും വേണ്ട, ചെറിയ ഉള്ളിയും കാശ്മീരി മുളക് പൊടിയൊക്കെ മതി. അങ്ങനെ ഞാൻ വെച്ച് നോക്കി ഉഗ്രനാടി അവളോട് പറഞ്ഞപ്പോൾ അവള് വെച്ച് നോക്കിയപ്പോൾ ഞാനും വേഗം ചേട്ടായിനെ പറഞ്ഞു വിട്ട് മീനൊക്കെ മേടിച്ച് പെട്ടെന്ന് തന്നെ ആ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കറി ഉണ്ടാക്കി. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലെല്ലാവർക്കും പിള്ളേർക്കും ചേട്ടായിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ആ റെസിപ്പി നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ മീനുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ പുളി, ചെറിയുള്ളി, ഇത്ര സാധനങ്ങളൊക്കെ മതി. പെട്ടെന്ന് തന്നെ നമുക്കത് വീട്ടിലിട്ടെടുക്കാം. ഇപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ പാചകം പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ തിരക്കൊക്കെ കൂടിയ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ ഒരു മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ? ചട്ടിയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ചട്ടിയൊക്കെ നമുക്ക് മീൻകറി വെക്കാൻ കിട്ടിയേക്കുന്നത് അല്ലേ? ഞങ്ങൾ ചേട്ടായി വയനാട്ടിൽ പോയപ്പോൾ വഴി സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ മേടിച്ചതല്ലേ? സൂപ്പർ ചട്ടിയല്ലേ? നല്ല ചട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചട്ടിയൊക്കെ കാണുവാണെങ്കിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ മീൻകറി വെക്കാൻ നല്ലൊരു ടേസ്റ്റായി. ചട്ടിയും മീൻകറി വെക്കുമ്പോൾ കുറച്ച് ഇടണം കേട്ടോ. ഗ്യാസ് ഭയങ്കര ചൂടാണ്. മൺചട്ടിയും കൂടി ആകുമ്പോൾ പെട്ടെന്ന് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുക നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഇപ്പം ചെറിയുള്ളിക്കാണ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എന്നുവെച്ചാൽ സവോള നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം, എളുപ്പപ്പണിയാണ്. പക്ഷേ ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതുകൊണ്ടാണ് ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കടുകൊന്നും വേണ്ട കേട്ടോ, അത് എളുപ്പപ്പണിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നോട്ടെ കേട്ടോ. ചെറിയുള്ളി നന്നായിട്ട് വഴന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഒരു 10-30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത്തിരി ചെറുതായിട്ടൊന്നും അരിയണ്ട, നടുവേന്നല്ലേ? കാരണം ഇത് നന്നായിട്ട് വഴന്നു വരുമല്ലോ. കൊടുത്തത് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താലോ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. വഴന്ന് കിട്ടും. നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലേ? എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പ്രത്യേകിച്ച് മീൻകറിക്കൊക്കെ ഇച്ചിരി കറിവേപ്പില വേണം, എന്നാലേ ഇട്ട് കൊടുക്കട്ടെ. നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവണോ? ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നില്ല നമ്മൾ, നല്ല മീൻ അതിൻ്റെ ടേസ്റ്റ് കിട്ടും അല്ലേ? ആ എണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ നല്ല ബ്രൗൺ കളറാവും. ഒരല്പം എണ്ണ വേണം, എന്നാലല്ലേ അല്ലേ അതിൻ്റെ അമ്മ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. മീൻകറി എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ തെളിഞ്ഞ് വരണം. ടേസ്റ്റാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉള്ളിവടയുടെ നല്ല റെസിപ്പി ഇട്ടിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ നമ്മൾ പൂരിയും ബജിയൊക്കെ ഇട്ടത് ഒരുപാട് പേര് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിനും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ അറിയിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ചിട്ട് മോശമാണോ ശരിയായില്ലെങ്കിലൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ കേട്ടോ. ഇതുവരെയും ചെയ്യുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ട് ഞങ്ങളെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴന്നു വരുന്നുണ്ടല്ലേ? ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുത്താലോ? ഓർക്കും കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഇനി എരിവുണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും എരിവുണ്ടാവും. ഒരു നമ്മൾ 2 സ്പൂൺ കൂടുതൽ ഇട്ടാൽ മതി. അതാണ് നല്ലൊരു കളറിലൂടെ കിട്ടും കറിക്ക്. അപ്പം നമുക്ക് ഒരുപാട് ഇപ്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകൊക്കെ ഇട്ടോ. ഞങ്ങളിപ്പോൾ അതൊന്നും പച്ചമുളകൊന്നും ഇടുന്നില്ല, പെട്ടെന്നല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അല്പം എരിവ് വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയോ അല്ലെങ്കിൽ 2 പച്ചമുളക് കീറിയിടുവോ ഒക്കെ ചെയ്യാം. പിന്നെ പുളി ചേർത്തില്ലേലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആവും. ഞങ്ങൾ 2 കഷ്ണം കുടംപുളി ഇടുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് ഇടണം കേട്ടോ, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവും. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതോടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്ലേ? മുരിഞ്ഞ് വരണം. ചെറിയുള്ളി ആ കാശ്മീരി മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ഗ്രേവി ആയിട്ടല്ലേ എടുക്കുന്നതല്ലേ? അപ്പോൾ ആ മീൻ വേവുന്നതിന് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. 2 കഷ്ണം കുടംപുളിയും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ടല്ലോ. നല്ല സൂപ്പർ നല്ല കണ്ടോ, ആ കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട്
കുറുകി ഇങ്ങ് എടുക്കണം. അത് മൂടി വെച്ചെന്ന്. അപ്പൊ കപ്പയ്ക്കൊക്കെ കഴിക്കാൻ അടിപൊളിയല്ലേ. ഇവിടെ ഞങ്ങൾ ചൂരമീനാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അയലയോ കിളിയോ കരിമീനോ ഒരു കുഴപ്പമില്ല, കരിമീനോ എന്ത് വേണേൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ചൂരമീൻ ഒരു 5 കഷ്ണം ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മീൻ മൂടാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം തിളപ്പിക്കാൻ. മീനൊക്കെ നന്നായി വെന്ത അരപ്പൊക്കെ അതിനകത്തേക്ക് പിടിച്ച് നന്നായിട്ട് ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ ആ മീൻ കറിക്ക് അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മീൻ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച ശേഷം മീൻ മൂടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചിട്ട് നമ്മൾ പുളിയും മീൻ കഷ്ണം എല്ലാം ഇട്ട് നന്നായിട്ടൊരു ഗ്രേവി ആക്കി എടുക്കണം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല കുറുകിയ ചാറോടുകൂടി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയടി. നല്ല ഉപ്പും അതിൻ്റെ ആ കാശ്മീരിയുടെ ആ മുളകിൻ്റെ ആ നല്ല ടേസ്റ്റ് ആ ഗ്രേവി ആയിട്ട് അടുത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല പുളിയൊക്കെ ഉണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയാണ് വന്നിരിക്കുന്നത്. കപ്പയ്ക്കൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പൊറോട്ട ഉണ്ടല്ലോ അടിപൊളിയല്ലേ. നമുക്കെന്നാൽ ഇച്ചിരി കരിവേപ്പിലൊക്കെ ഇട്ട് നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ സെർവിംഗ് ബോളിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം അല്ലേ. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ കുറുകിയ ചാറോടുകൂടി പൊറോട്ടയ്ക്കും കപ്പയ്ക്കൊക്കെ അടിപൊളി ഒരു തകർപ്പൻ കറി അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീട്ടിലെ ചേരുവകൾ മാത്രം മതി. ചെറിയ ഉള്ളി, ആ കാശ്മീരി മുളക് പൊടിയും 2-3 ചോള പുളി മതി. അപ്പോൾ ഒരു പുളിയൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറിക്ക് എന്നാ പറഞ്ഞാലും പ്രത്യേക ടേസ്റ്റ്. എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. കുറച്ച് മുളക് പൊടി പുളിയൊന്നും ഇല്ലാത്ത വീടുകൾ എല്ലാ വീട്ടിലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ നമ്മൾ കുറച്ച് സംഖ്യയിൽ 2-3 മക്കളും അപ്പനും അമ്മയൊക്കെ ഉള്ളൂ. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള മീനുകളൊക്കെ മേടിച്ച് നമുക്ക് ഈ എളുപ്പത്തിലൊന്നും എല്ലാവർക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സമയമൊക്കെ ഒരുപാടില്ലാത്തവരൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിളിമീനാണെങ്കിലും കിളിമീനാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയി കറി നല്ല ഗ്രേവി ആയിട്ട് എടുക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ആ ഉള്ളിയുടെ ആ ഗ്രേവി ആയിട്ട് ആ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമ്മൾ ആ മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങൾ എന്നും പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യില്ല, മറക്കുകയില്ല. അതുപോലെ കമൻറ്റുകൾ അറിയിക്കണം. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ല സൂപ്പർ വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ.